Hi, what's up? I'm Rishali. I'm Yasin. So you are in Under Arrest podcast. We have our charming Serena here. Welcome. Hi, thank you so much. Thank you. Thank you for being here. ഇത്രയും തിരക്കുകളുടെ ഇടയിൽ. My pleasure. What's happening in your life lately? In your life? Right now, just 2 days ago, എൻ്റെ മൂവിയുടെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു. സോ വി ഹാഡ് ഇറ്റ് ഇൻ ഫോറം മോൾ. നല്ല ഒരു പ്രതീക്ഷിക്കാതെ നല്ലൊരു രീതിയിൽ ഗ്രാൻഡ് ലോഞ്ച് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. ഹൈബിഡൻ സാറും ചാണ്ടിയമ്മൻ സാറും ആയിരുന്നു ലോഞ്ച് ചെയ്തത് നാട്ടിൽ. സോ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഞാനിപ്പോഴും ആ ഒരു വേൾഡിൽ നിൽക്കുകയാണ്. അഭിനയിച്ചതിൽ ആദ്യം ഇറങ്ങുന്ന പടം മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലിയാണ്. സോ വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. യെസ്. ആരൊക്കെയാ സ്റ്റാറിംഗ് ഒക്കെ എങ്ങനെയാ വരണേ? അഖിൽ മാരാർ ഫ്രം ബിഗ് ബോസ് ഇറ്റ്സെൽഫ്. പിന്നെ സീസൺ 16 അഭിഷേക് ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് ഫേസസ് ഉണ്ട്. അതല്ലാതെ കോട്ടയം നസീർ, ജാഫർ ഇടുക്കി, ജോയ് മാത്യു, അങ്ങനെ നല്ല സീനിയർ ആയിട്ടുള്ള കാസ്റ്റുകളുണ്ട്. ഞാൻ കണ്ടായിരുന്നു ട്രെയിലർ. ആക്ച്വലി ഭയങ്കര ഒരു സസ്പെൻസ് സംഭവം എന്തൊക്കെയോ ഉള്ള പോലെ. ഒരു സൈക്കോ ത്രില്ലർ ആണ് പടം. അപ്പം മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി ആസ് ദ നെയിം സജസ്റ്റ്. മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എല്ലാവരും ഇതാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ നരലും മുള്ളൻകൊല്ലിയായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല. പക്ഷെ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു മിഡ് നൈറ്റ് നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് റിലേറ്റ് ചെയ്യുന്ന ഒരു ത്രില്ലർ പടമാണ് വരുന്നത് അല്ലേ? മെയിൻ ലീഡ് I would say extended cameo. Okay. But a very important role in the movie. Like how is this എങ്ങനെയായിരുന്നു ഈ ജേർണി, ഒരു മൂവിയിലേക്ക് എടുത്തു വയ്ക്കുന്ന ജേർണി? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ബിഗ് ബോസ്, അതോ കാരണമാണോ അതോ അതിന് മുന്നേയും? സത്യം പറഞ്ഞാൽ ഞാൻ മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 9 years ആയി. സോ ഐ ഹവ് ബീൻ ഗെറ്റിംഗ് മൂവി ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് മൂവീസിൽ വിളിച്ചിട്ടുണ്ട്. ബട്ട് ഐ വാസ് ഓൾവേസ് റെസിസ്റ്റൻറ്റ്. ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ദുബായ്. ഐ ഡിഡ്ന്റ് വോണ്ട് ടു ഗോ ഇൻ ടു ദ വേൾഡ് ഓഫ് മൂവീസ്. ഞാൻ പാജൻറ്റും മോഡലിങ്ങും ഫോക്കസ് ചെയ്ത് ഇറ്റ് വാസ് ഓൾവേസ് റെപ്രസെൻറ്റിങ് മൈ കൺട്രി, wearing that against my heart. അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. ബട്ട് വെൻ ബിഗ് ബോസ് കെയിം, എന്നെ എവിടെ കൊണ്ട് ഇട്ടാലും ഞാൻ സർവൈവ് ചെയ്യുമെന്ന് പഠിച്ചു. എവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതെ, എവിടെ മറ്റേ പൂച്ച തളച്ചിൽ ഇട്ടാലും കുഴപ്പമില്ല, ചാടിപ്പോന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആ ഒരു ജേർണി കഴിഞ്ഞപ്പോഴത്തേനും അഡ്വഞ്ചർ ജേർണി ആയിരുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ക റോളർ കോസ്റ്റർ. നമ്മളൊരു ഫെററി വേൾഡിൽ റോളർ കോസ്റ്റർ കയറി കഴിഞ്ഞ് ഇറങ്ങി. ആക്ച്വലി മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നോ ഇങ്ങനെ ഒരു ഷോ? ഇതിനെ പറ്റിയിട്ടുള്ള കുറേ ഗോസിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ. മെന്റലി എങ്ങനെയാണ് അതിനോട് യോജിച്ചു വന്നത്? ഇനീഷ്യലി ഞാൻ കണ്ടതിൽ വെച്ചിട്ട്, അതായത് ഗേൾസിൽ അത്രയും ട്രോളൊന്നും കിട്ടാതെ കുറച്ച് സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സെറീന ചേച്ചിനെ. ബിക്കോസ് ഐ വാസ് ഫോളോയിങ് ഇറ്റ് റിയലി. അതെന്താണെന്നറിയോ, നമ്മൾ അകത്തേക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ ട്രോൾ എന്താ പുറത്തുനിന്ന്. ബട്ട് സ്റ്റിൽ എനിക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞായിരുന്നു, എന്തായാലും ട്രോള് കിട്ടും, എന്തായാലും ഹെയ്റ്റ് വരും. മെയിൻലി ബിക്കോസ് ഒരു ടിപ്പിക്കൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അപ്പിയറൻസ് അല്ലായിരുന്നു. അക്സെപ്റ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും നമുക്ക്. ഞാൻ ഒരു ഫ്രഷ് ഫേസ് ആണ്, ആർക്കും എന്നെ അറിയില്ല. അവിടെ ചെന്നിട്ടാണ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇറ്റ്സ് ഈദർ ഭയങ്കര ലവ് അല്ലെങ്കിൽ ഭയങ്കര ഹെയ്റ്റ്. നടുവിലൊരു സാധനമില്ല. ഞാൻ എൻ്റെ രീതിയിലേ ഞാൻ പോയി നിൽക്കത്തുള്ളൂ. അല്ലാതെ ഫേക്കായിട്ട് ഞാൻ പോയി ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാരെ മയക്കെടുക്കും. അല്ലാതെ ഇങ്ങനെ ഞാൻ സംസാരിച്ചിട്ട് ആൾക്കാരുടെ ഇഷ്ടം പറ്റി എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു രീതിയല്ല എനിക്ക്. ഹൗ ഐ ആം, എങ്ങനെയാണോ ആൾക്കാരോട് എങ്ങനെയാണോ ഇടപെടുന്നത്, ഐ വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ അതിൻ്റെതായ സമയമെടുത്തു ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടാനും. ബട്ട് ഇഷ്ടപ്പെട്ടു ഫൈനലി. ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷമാണ് I could convert the hate into love. Yeah. That was something I could control കിട്ടി. അതായത് ആൾക്കാർക്ക് മനസ്സിലായി, അകത്തുള്ള ആൾ തന്നെയാണല്ലേ പുറത്ത് കൊള്ളാലോ കക്ഷി എന്നുള്ളൊരു സാധനം വന്നപ്പം ഈ ഹൗസ് വ്ളോഗ്സും ഫാമിലി കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേനാണ് കുറച്ചും കൂടെ ഐ തിങ്ക് കുഡ് കണക്ട് വിത്ത് ദ ഓഡിയൻസ്. ഓക്കെ. ഏത് പ്രായക്കാർ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാ തരം പ്രായക്കാരും കൂടുതൽ അമ്മമാരാണ് ഓഡിയൻസ്. അത് ശരിക്കും ഭയങ്കര സർപ്രൈസിങ് അല്ലേ? ഞാനൊരു സ്റ്റോറി പറയാം. ഇഫ് ദിസ് ആൻറ്റി ഈസ് വാച്ചിങ്, ദിസ് ഇസ് ഫോർ ഹർ. Every single day for the past 2 years we talk.
ലൈക്ക് യുവർ ഫാൻ കൈൻഡ് ഓഫ് പീപ്പിൾ? അതായത് ഫാൻ എന്ന് പറയാൻ പറ്റത്തില്ല. ആ ആന്റിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഷീസ് എ ടീച്ചർ ഇൻ മലപ്പുറം. ആഫ്റ്റർ ബിഗ് ബോസ് ഷീ സ്റ്റാർട്ടഡ് വാച്ചിങ് ബിഗ് ബോസ്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് അമ്മമാരുടെ സ്നേഹം കിട്ടിയപ്പം ഈ ഒരു അമ്മ ഭയങ്കര എന്താ പറയാ, ഓവർ ആൻഡ് അബൌട്ടാണ്. എവിടെ എൻ്റെ എന്തെങ്കിലും കണ്ടാലും അയച്ചൊരു മോളെ ഇത് നന്നായിട്ടുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യും, കറക്റ്റ് ചെയ്യേണ്ടടുത്ത് അത് പറയും. അങ്ങനത്തെ ഒരു അമ്മയാണ്. അപ്പം അവരുടെ വീട്ടിലൊരാളായി അപ്പൊ അമ്മമാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന അവരുടെ വീട്ടിലെ ഒരാളാണ്. നമ്മളിപ്പോൾ റാൻഡംലി നടക്കുമ്പോഴും കൊച്ചു ഇങ്ങ് വാ കൊച്ചു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്കറിയത്തില്ലായിരിക്കും. പക്ഷെ അവർക്ക് അതാണ് 100 ദിവസം നമ്മളെ ഒരു വീട്ടിൽ കണ്ട് അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മളെ കണ്ടത്. ബിറ്റ്വീൻ ലൈക്ക് അപ്പോൾ ലൈവ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ലൈവൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. എൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ നമ്മൾ ലൈവ് ഇരുന്ന് കണ്ടുകൊണ്ടാണ് കഴിക്കുക. ബട്ട് ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓരോ സെക്കൻഡ് എന്താ ഉണ്ടാവണേ, ഓരോ മിനിറ്റ് എന്താ അത് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ അഡിക്റ്റ് ആയി മാറും ആ ഷോയുടെ. നമ്മൾ സ്റ്റാർട്ടിങ് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നും. ബട്ട് നമ്മളെ എൻഡില് ഇതെന്നാ നടക്കണേ നമുക്ക് അറിയാം. സത്യം പറഞ്ഞ ആദ്യത്തെ ഒരു 10 days 12 days കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് ആ ഒരു അല്ലെ ആസ് എൻ ഓഡിയൻസ് അതിലേക്ക് എത്തിപ്പെട്ട് പിന്നെ നമുക്ക് ഇതില്ലാണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് വരെ നമ്മളെ പിടിച്ചിരുത്തും ആ ഒരു ഷോ. അതായത് ഓരോരുത്തരുടെ ക്യാരക്ടർ കുറച്ച് ഡെപ്ത് ആയിട്ട് അറിയാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പേഴ്സണലി ഒരാളെ അറിയാൻ. അത് കുറച്ചും കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഈ മൂവിയിലേക്ക് വരികയാണെങ്കിൽ ലൈക്ക് ഹൗ ബിഗ് ബോസ് ഹെൽപ്ഡ് യു, ലൈക്ക് അഭിനയിക്കുമ്പോൾ അതൊരു പുതിയൊരു സംഭവമായിരുന്നോ അതോ യു ഹാഡ് പ്രിപ്പയർഡ് മെൻ്റലി? അതായത് ക്യാമറേൻ്റെ ഫസ്റ്റ് മുന്നിലേക്കും എനിക്കിപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഹൗ വാസ് യുവർ ജേർണി ത്രൂ ദാറ്റ്? അയ്യോ, ഇഫ് യു ആസ്ക് മീ അബൌട്ട് ആക്ടിങ്, ഞാനിപ്പോൾ ന്യൂ ബോൺ ആണ്. ഞാൻ ആക്ച്വലി ജനിച്ച് വീണില്ല. ഇപ്പൊ ജനിച്ച് ഇനി പ്രേക്ഷകർ കയ്യിലെടുക്കുമ്പോൾ അറിയാം ഇനി എന്തായി തീരുമെന്ന്. പക്ഷേ ഇറ്റ്സ് സംതിങ് ഐ റിയലി ലവ്. എനിക്ക് ആക്ടിങ്, ഡാൻസ്, ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്കൂൾ കാലം തൊട്ടേ ഐ എം വെരി ആക്റ്റീവ്. കോളേജിലും ആണെങ്കിലും ഭയങ്കര ആക്റ്റീവാണ്. സ്കൂളിംഗ്, കോളേജ്, മാസ്റ്റേഴ്സ് എല്ലാം, ജോലി എല്ലാം, എവറിത്തിങ്. ഞാൻ നാട്ടിൽ പോകുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ്. മറ്റേത് വെക്കേഷൻ 1 month നാട്ടിൽ പോയി വരുന്ന അല്ലാതെ നാടായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. നാട്ടിലാണ് ഞാൻ വിസിറ്റ് ചെയ്യാറുന്നല്ലേ, എക്സാക്ട്ലി. പക്ഷെ ഇപ്പം എല്ലാ മാസവും നാട്ടിൽ പോയി വരുന്നുണ്ട്. ഇപ്പം നാടായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. നാട്ടിലപ്പം ഇവിടെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ആയിട്ടുണ്ടോ? ലൈക്ക് ദുബായിൽ നിന്ന് വേഗം എത്താൻ പറ്റാത്തത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു റിഗ്രറ്റ്, അയ്യോ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലല്ലോ, അങ്ങനത്തെ സീനൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ആക്ച്വലി വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവിടെ ആണെങ്കിൽ ഞാൻ മാനേജ് ചെയ്യും. ഞാൻ 2 days തിരിച്ചെത്തും. ഞാൻ ഇവിടെ ആണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് എപ്പോഴും നമുക്ക് ക്ലയൻറ്റുമാർ റെസ്പെക്ട് തരുന്നുണ്ട്. ഐ എം ഓൾവേസ് ഏബിൾ ടു മീറ്റ് ദാറ്റ്. അതുകൊണ്ട് അങ്ങനെ മിസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ചേച്ചി ഇപ്പം ലൈക്ക് ഇനി ഫ്യൂച്ചറിൽ എവിടെ എത്തിപ്പെടണം, അവർ ലൈക്ക് ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, അതൊക്കെ എവിടെ എത്തിപ്പെടണം, അങ്ങനെ ഒരു വിഷനോ കാര്യങ്ങളൊക്കെ ഇപ്പം എന്തെങ്കിലും ഉണ്ടോ? അതോ അതൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ നടക്കുകയാണോ എന്നാണോ? അല്ല, സോ ഐ സ്റ്റാർട്ടഡ് മൈ ബ്രാൻഡ്. സാരി ആസ് ഇൻ ക്ലോതിങ്, ബ്രൈഡൽ വെയറും എല്ലാമായിട്ട് ഐ സ്റ്റാർട്ട് എ ബ്രാൻഡ് ഇൻ കൊച്ചിൻ. ഓക്കെ. അപ്പോൾ CR Lux Designs എന്നാണ് പേര്. സോ ദാറ്റ്സ് എൻ MG റോഡ്. അപ്പം അത് തുടങ്ങി ഈ വർഷം ഷോപ്പായിട്ട് ഒരു 3 storied ഷോപ്പ് ബൊട്ടീക്കായിട്ട്. എപ്പോഴാണ് ആ സ്റ്റോർ നമുക്ക് ദുബായി കാണാൻ പറ്റുന്നത്? ഞാൻ വേറൊരു ബ്രാൻഡ് ദുബായ് തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ദുബായ് ബൈ സെറീന. ദാറ്റ്സ് ഓൾസോ എ ക്ലോതിങ് ബ്രാൻഡ് ഇൻ ദുബായ്. സോ 2 ബ്രാൻഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ അതിൽ നിൽക്കുന്നു. അതുകൂടാതെ ഇപ്പം മൂവീസ്, അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കഷൻസ് ആർ ഹാപ്പനിങ്. പക്ഷേ ലൈക്ക് ഐ സെഡ്, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ഒരു മാജിക്കാണ്. നമുക്കറിയത്തില്ല എവിടെ കൂടെ വന്നിട്ടാണ് അത് നമുക്ക് വരാൻ പറ്റാന്ന്. സോ ലെറ്റ്സ് സീ, മേഡ് ഫോർ മീ. നമുക്ക് വിധിച്ചിട്ടുള്ളതല്ലേ വരാൻ പറ്റത്തുള്ളൂ. സോ അത് നമുക്ക് നോക്കാം. ബട്ട് അതർവൈസ് ആസ് എ 5 years from now, പണ്ടൊക്കെ അടുത്ത് ചോദിക്കാറുണ്ടെങ്കിൽ കല്യാണം കഴിച്ച്, അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി ഒരു സമാധാനമായ ജീവിതം, അതൊക്കെയായിരുന്നു പണ്ടത്തെ എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പം ഞാൻ അതങ്ങ് കട്ട് ചെയ്തു. ആ കോളം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഒരു ഡിഫൻഡർ ഇപ്പോൾ വാങ്ങി. ഡിഫൻഡർ. എന്റെ മോനെ, നീ കല്യാണവും ഡിഫൻഡറായിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? അല്ല, ഒരു ഗോൾ. Yes, of course. Defender. Like, how did you come to Defender? കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ. Why Defender? മമ്മൂട്ടിയുടെ എല്ലാവർക്കും ഡിഫൻഡർ പറഞ്ഞാൽ ഭയങ്കര, ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണല്ലോ, ഒരു സംഭവമാണ് ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ തന്നെ കാരണം. അത് മമ്മൂട്ടിയുടെ അതേ കളർ. മമ്മൂട്ടി ഫാനാണോ?
ഓഫ് കോഴ്സ് ആരെയാ അല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, മോഹൻലാലിന്റെ പുതിയ ആടിനെ പറ്റിയിട്ട് പുതിയ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. See, Defender is something that was already in my mind. ഞാൻ If you are taking a car, you would choose like Defender അതായത് only? I didn't want to go for something else, so I waited until I could get what I wanted. അപ്പോൾ Defender was in my checklist. And this color, എനിക്ക് ബ്ലാക്ക് ഒരു ഓപ്ഷൻ ആയിരുന്നു, പക്ഷേ ബ്ലാക്ക് റോഡിൽ കുറേ കാണുന്നുണ്ട്. പിന്നെ ഈ കളർ വാസ് ലൈക്ക് ഒന്ന് ക്യാച്ച് ചെയ്യായിരുന്നു. പിന്നെ കണ്ണിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേന് ഡിഫൻഡർ പോകുമ്പോൾ നമ്മുടെ കണ്ണങ്ങനെ പോവുമല്ലോ. അപ്പം അതിൻ്റെ ഒരു സാധനമായിരുന്നു. അപ്പം സമയം വന്നു, ഞാൻ കീഴടക്കി. അതെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ലൈക്ക് എന്തെങ്കിലും അറിയോ ഇപ്പൊ ബിഗ് ബോസിൽ ആരൊക്കെ ഉണ്ടാവും, പ്രഡിക്ഷൻ ലിസ്റ്റ് എന്തെങ്കിലും? അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇപ്പം നാട്ടിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചാൽ ചോദിച്ചല്ലേ, എനിക്കൊരു ഐഡിയ ഇല്ല. ചേച്ചിക്ക് ആരെങ്കിലും വരണമെന്നുള്ള ഒരു താല്പര്യം, അങ്ങനെ എന്തെങ്കിലും ഇയാൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ്, അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടോ? പൃഥ്വിരാജ്. ചെറിയ ആഗ്രഹം, വളരെ ചെറുതായി പോയി. ഐ മീൻ ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളി ഭയങ്കര റിസർവ്ഡ്, അങ്ങനെ ഒരുപാട് സോഷ്യലൈസ് ചെയ്യുന്ന അല്ല എന്നൊക്കെ. സോ ഐ തിങ്ക് ഇറ്റ് വുഡ് ബി നൈസ് സീയിങ് ഹിം ഇൻ എ ഹൗസ് ലൈക്ക് ദാറ്റ് അല്ലേ. വേറെ ആരെങ്കിലും ഒക്കെ പറയും വിചാരിച്ചു, പൃഥ്വിരാജ്. അല്ല, പുള്ളി വന്നാൽ ഐ വുഡ് ലവ് ടു ഗോ ട്ടോ. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഒരിക്കലും ഇനി ബിഗ് ബോസിൽ പോവില്ലാന്ന്. പക്ഷെ പൃഥ്വിരാജ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാം, ഒന്ന് കയറ്റുമോ എന്ന് ചോദിക്കായിരുന്നു ബിഗ് ബോസിലേക്ക്. യു വിൽ നോട്ട് ഗോ again, അല്ല ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ? അയ്യോ, നെവർ. ദാറ്റ്സ് എ പ്ലാറ്റ്ഫോം യു ഷുഡ് ഓൺലി എക്സ്പീരിയൻസ് വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് റീലിവ് ചെയ്യാൻ പോയാലേ നമ്മൾ കുറേയൊക്കെ നമുക്കിപ്പം മനസ്സിലായി ഹൗസിൽ എന്താണ്, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ. അപ്പം നമ്മൾ ഫേക്ക് ചെയ്യാൻ തുടങ്ങും. സത്യം, പ്ലാൻഡ് ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ റോ ആകാൻ പറ്റില്ല നമുക്ക്. ഞാൻ പോയത് എങ്ങനെയാ, നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ച് വീണ ഒരു കൊച്ചിനെ പോലെ നമ്മൾ അവിടെ പോയി വീഴുന്നേ. It's like a new life to you. നമുക്ക് അവിടെ ആരെ അറിയത്തില്ല. whole 100 days there is no sun, moon, stars, ടൈം ഇല്ല, ഫോണില്ല, നമ്മുടെ വീട്ടുകാരില്ല, ഫ്രണ്ട്സ് ഇല്ല, അറിയത്തില്ലാത്ത 10-20 ആൾക്കാര് ഡെയിലി അടിയും. അതാണ് മെയിൻ. കണ്ണ് തുറക്കുമ്പോൾ എന്തെങ്കിലും ചട്ടിയും കലവും കാണും, അവിടെ പ്രശ്നവും കാണും. എന്തിന്? അപ്പം that's something I should say ആരും ഇനിയും പോകരുത്. പോയ ആൾക്കാർ വീണ്ടും പോയിരുന്നു. As in, what's the point? There's no freshness to it, right? Unless it's your interest, it's payment, of course. പോണെങ്കിൽ പോവാം. ബട്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ ഒരിക്കലും പോകത്തില്ല, ഇനി പോവില്ല. ഇല്ല, ഓഫ് കോഴ്സ് ഇല്ല. അവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വി സീ ലൈക്ക് റീൽസിലൊക്കെ നിങ്ങളെല്ലാവരെയും കാണാറുണ്ട്. ഹൗ ഇസ് ദാറ്റ് ഗോയിങ്? ലൈക്ക് അവരുമായിട്ടുള്ള ജേർണി, അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്? നമ്മളിപ്പം കീപ്പ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 2-way. ഹൂഎവർ gives back the energy we give, of course അവരെയും കൊണ്ടേ നമുക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ നോട്ട് എവ്രി വൺ ഇൻ ദി ഹൗസ് ഐ എം ഫ്രണ്ട്സ് വിത്ത്. നമ്മൾ കൊടുക്കുന്ന എനർജി തിരിച്ചു തരുന്ന എല്ലാവരുമായിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ടൈപ്പ്. വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി ചേച്ചിയും പേജൻ്റ് ഒക്കെ ചെയ്ത് ലൈക്ക് ആ ഒരു ലെവലും അറിയാം. ഓൾസോ യു ഹാവ് ഗോൺ ആസ് എ ജഡ്ജ് ഓൾസോ, ഐ തിങ്ക്. അപ്പോൾ ശോഭ ചേച്ചി റീസെൻ്റ്ലി ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യനെ പറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയോ, എന്താണ് അതിനെ പറ്റിയിട്ടുള്ളൊരു? ടോക്കിംഗ് അബൌട്ട് ദ ക്വസ്റ്റ്യൻ, ധ്യാൻ ചേട്ടൻ അതിനുള്ള ആൻസർ ഓൾറെഡി സ്റ്റേജിൽ തന്നെ പറഞ്ഞു. ഐ ഡോണ്ട് ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ്. ഇറ്റ് ഈസ് എന്താ പറയുക, ഒട്ടും ലോജിക്കൽ അല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ. അത് പാജന്റിന്റെ റെസ്പെക്ട് തന്നെ ഇല്ലാതാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സി നോർമലി അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ലൈക്ക് നോർമലി ചേച്ചി ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇഫ് യു ഫേസ് സംതിങ് ലൈക്ക് ദാറ്റ്, വിൽ യു ആൻസർ ഫോർ ദാറ്റ് ഓർ വിൽ യു ലൈക്ക് ക്വസ്റ്റ്യൻ അഗെയിൻസ്റ്റ് ലൈക്ക് അതെങ്ങനെയാണ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക? സി ഫോർ പാജൻസ് നമ്മളിപ്പം ഞാനിപ്പം 2019 തൊട്ട് പാജൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഒരു 2-3 months ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് കുറേ പഠിക്കും, കുറേ റിസർച്ച് ചെയ്യും, പലതും നമ്മൾ എഴുതിയ ഞാനെന്ന് പറഞ്ഞാൽ ഒരു ഡയറി ഫുള്ള് ഞാനിങ്ങനെ എഴുതും. ഓക്കെ, ലൈക്ക് എൻ്റെ തോട്ട്സ് ഒക്കെ ഞാൻ എഴുതും. വാട്ട് ഡു ഐ വോണ്ട് ടു പോർട്രേ, വാട്ട് ഈസ് മൈ വിഷൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ ഹൗ ഡു ഐ ഹാൻഡിൽ ഇറ്റ്. അവിടെ നമ്മൾ നിൽക്കുമ്പം യു ഹാവ് ടു പുട്ട് വേർഡ്സ് ടുഗെദർ. അല്ലാതെ റാൻഡംലി അവിടെ വന്ന് നിന്നാൽ ഓഫ് കോഴ്സ് വെൻ യു ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് യു നീഡ് ടു ആൻസർ. പ്രോപ്പർ ഫ്രെയിം ചെയ്ത് കൊടുക്കണ്ടേ. ടു ദാറ്റ് ഗേൾ ഐ വുഡ് സേ കുഡോസ് ടു ഹർ ആൻസർ. അവളുടെ പ്രസൻസ് ഓഫ് മൈൻഡിന് ഞാൻ അവിടെ പോയി കമൻറ്റ് ഇട്ടായിരുന്നു.
നല്ല പ്രസൻസ് ഓഫ് മൈൻഡിൽ ഷീ ഫ്രെയിംഡ് ദ ആൻസർ റിയലി വെൽ ടു എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ് വാസ് നെവർ ടു ബി ആസ്ഡ്. പിന്നെ അതിനകത്ത് പറഞ്ഞായിരുന്നു ഓർഗനൈസേഴ്സ് ആണ് ക്വസ്റ്റ്യൻ തന്നെ. അതെ അതെ. It was not in my hand. Yes. I have been a judge in multiple pageants. Yes. We prepare questions and go. Okay. ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് പോകാം. അവർ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തരും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം എനിക്കിത് ചോദിക്കണ്ട, എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനത് ചോദിച്ചോളാം. നമ്മളല്ലെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അവിടെ നമുക്ക് പറയാം ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. You have the possibility for that? We have the power for that. We are a judge. Oh, okay. How can we blame the organization for giving that question? I thought നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനുള്ള സ്പേസ് ഉണ്ട്. ഈ പാജന്റിൽ നമ്മളിപ്പോൾ ആൻസർ ചെയ്യാൻ നിൽക്കുന്ന ആ കൊച്ച് അവൾക്ക് അവിടെ നിന്നിട്ട് പറയാൻ പറ്റത്തില്ല സോറി മാം ഐ കനോട്ട് ആൻസർ യുവർ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റത്തില്ലായിരിക്കും. ബട്ട് ദ ജഡ്ജ് ക്യാൻ മേക്ക് എ ഡിസിഷൻ ബിഫോർ ക്വസ്റ്റനിങ് ദറ്റ് ഗേൾ. സോറി ഓർഗനൈസർ, ഐ കനോട്ട് answer. ക്വസ്റ്റ്യൻ ദിസ്. ദിസ് ഇസ് നോട്ട് എത്തിക്കൽ. Yeah. ദിസ് ഇസ് നോട്ട് റെസ്പെക്ട്ഫുൾ. അവിടെ എന്നിട്ട് ആ കൊച്ചു ആൻസർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഷോ ദ ഗട്ട്സ് ടു ആൻസർ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഓർത്ത് ചേച്ചി എന്തോ ബിഗ് ബോസിലാണോ ഇരിക്കുന്നത്? മാറിയില്ലേ? ഞാൻ ഓർത്ത് ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് യു ഹാവ് ടു ഹാവ് ദി ഗട്ട്സ് ടു ആൻസർ എന്ന് പറയുമ്പം അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? Already the question is so invalid, right? Like എനിക്ക് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് എനിക്ക് ശോഭേച്ചി നമ്മുടെ ട്രെയിലർ ലോഞ്ചിന് വന്നതാണ്. പക്ഷേ നമ്മൾ പറയാനുള്ളത് പറയണമല്ലോ. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. നമ്മൾ കുറേ പ്രൂഫോ കാര്യങ്ങളോ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദ പ്ലാറ്റ്ഫോം വി ആർ ഇൻ വി ഹാവ് ടു റെസ്പെക്ട് ഇറ്റ്. ഇപ്പം ചേച്ചിയുടെ ഓൺട്രപ്രണർഷിപ്പ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ പാജന്റ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത്രയും പിള്ളേർ കഷ്ടപ്പെട്ട് വന്ന് ഇപ്പം ഷീസ് ടെലിംഗ് ദറ്റ് ഗേൾ ഓൾറെഡി ന്യൂ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ എന്തോ. അപ്പം എങ്ങനെയാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് അവൾ ഓൺ ദ സ്പോട്ട് ആൻസർ പറയാൻ പറ്റിയത്? That is why you're standing there as a pageant enthusiast and sitting there to answer it. You need to have the presence of mind, അല്ലേ? നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ പോയി നിൽക്കുന്നത്. നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാനാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഈവൻ ഇഫ് ഷീ ഗെറ്റ്സ് ദ ക്വസ്റ്റ്യൻ എന്തോ ആയിക്കോട്ടെ, നമ്മളുടെ മര്യാദയാണ് നമ്മളത് ചോദിക്കണോ വേണ്ടിയോ? ഉറപ്പായിട്ടും അല്ലേ? അതെ. നമുക്ക് ചോയ്സ് ഉണ്ട്. നമ്മളിത് ചോദിച്ചാൽ തെറ്റാണോ ശരിയാണോ, നമ്മളെ മനസ്സാക്ഷിക്ക് ഇത് ശരിയാണോ നമ്മൾ ആലോചിക്കണം. That's my opinion about it. What do you guys think? പോഡ്കാസ്റ്റ് അല്ലേ, നിങ്ങളും പറയൂ. അല്ല കറക്റ്റാ, വേണമെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. ഇതൊക്കെ ഒരാളുടെ ഇഷ്ടമല്ലേ ആക്ച്വലി. വി ആർ സ്റ്റാൻഡിങ് ദെയർ, ബട്ട് നമ്മളൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ, ഒരു സീൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ. അല്ല, ബിക്കോസ് നമ്മളൊരു വുമൺ ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇത്രയും പ്രശ്നമുള്ളൊരു സാധനത്തിൽ അത് എനിക്ക് തോന്നില്ല റെസ്പെക്ട്ഫുൾ ആണ്. നമ്മളവിടെ ജഡ്ജായിട്ടിരിക്കുന്നത് നമ്മളൊരു വുമൺ ആണ്, നമ്മൾ വുമണിനെ റെപ്രസെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വുമൺ എംപവർമെൻറ്റ് എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പം ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കണ്ടേ? ധ്യാൻ ചേട്ടൻ്റെ അടുത്ത് താങ്ക് യു ചേട്ടാ, നല്ലൊരാളുടെ കൂടെയാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി അത് കണ്ടപ്പോൾ. ലൈക്ക് ഇപ്പൊ ധ്യാൻ ചേട്ടൻ അത് മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചു കൂടി പോവില്ലായിരുന്നു. ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു നോർമൽ തിങ് ആയിട്ട് അത് നമ്മൾ ഇത്രയും ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു. ആ ഒരു വീഡിയോ വന്നതോടുകൂടി ഇറ്റ് വാസ് അപ്പോഴാണ് പോയി നോക്കുന്നത് ഏതായിരുന്നു ക്വസ്റ്റ്യൻ, എന്തായിരുന്നു ആൻസർ. ശരിയാണ്, കൂടുതൽ അതിനോട് ഡീപ്പായിട്ട് നോക്കിയത്. ഈ പേജന്റിലേക്ക് വരുമ്പോൾ എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ്? വാട്ട് മെയ്ഡ് യു ലൈക്ക് പാർട്ടിസിപ്പേറ്റ് ഇൻ എ പേജന്റ്? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ഹൈറ്റ് കാരണമാണോ? അയ്യോ, പാജന്റും ഹൈറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മോഡലിംഗും ഹൈറ്റും തമ്മിൽ ഓക്കെ, പിന്നെ അണ്ടർസ്റ്റാൻഡബിൾ. പാജന്റ് എന്ന് പറയുമ്പം ഇറ്റ് വാസ് ഓൾവേസ് ഇൻ മൈ ഡ്രീം. ആസ് ഇൻ ഐ സ്റ്റാർട്ട് വർക്കിംഗ് അറ്റ് എ വെരി യങ് ഏജ്. അപ്പം എനിക്ക് ഞാൻ പറയും കുറച്ച് ഏർലി മെച്ചുവേർഡായി. 17-ാമത്തെ വയസ്സിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി അലോങ് വിത്ത് മൈ സ്റ്റഡീസ്. അപ്പം ഐ വാണ്ടഡ് ടു ടേക്ക് ദാറ്റ് ഫോർവേഡ്. എൻ്റെ ചുറ്റിനുള്ള പിള്ളേരൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. Okay, I was ഭയങ്കര career oriented. Like I wanted to do studies, I wanted to earn myself. പറ്റുന്ന എല്ലാ ഇന്റേൺഷിപ്സും ഞാൻ പിടിക്കും. സോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോളേജിൽ പോകും, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ജോലി എടുക്കും, പിന്നെയും തിരിച്ചു വരും, ദെൻ റിപ്പീറ്റ്. സോ ഐ വാണ്ടഡ് ടു പുട്ട് ദാറ്റ് ഫോർവേഡ്. ഐ ലേൺഡ് എംപവർമെൻറ്റ്, ഐ ലേൺഡ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അറ്റ് എ വെരി യങ് ഏജ്, ആൻഡ് ഐ വാണ്ടഡ് ടു പുട്ട് ഫോർവേഡ് ആ ഒരു മെസ്സേജ്. അങ്ങനെ ഞാൻ പാജന്റിൽ ഇൻട്രൊഡ്യൂസ് ആയപ്പോഴത്തേക്കിന് എൻ്റെ അടുത്ത് എൻ്റെ ഗ്രൂമർ അഡ്വക്കേറ്റ് ഭീമ ബനാസർ മാം ആണ് പറഞ്ഞു തന്നത്, വാട്ട് ഈസ് സംതിങ് ദറ്റ് യു വോണ്ട് ടു പുട്ട് ഫോർവേഡ്. അപ്പോൾ ആണ് ഞാൻ ഓർത്ത് ദിസ് ഈസ് മൈ ലൈഫ്. എൻ്റെ ലൈഫ് എങ്ങനെയെങ്കിലും 1-2 പേർക്ക് ഇൻസ്പയർ ആകാൻ പറ്റിയെങ്കിൽ
ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഐ ക്യാൻ ഡു. ഈ ഒരു ചെറിയ ഏജിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ അതായിരിക്കും എൻ്റെ അച്ചീവ്മെൻറ്റ്. അങ്ങനെ പാജനിലേക്ക് വന്നു. പിന്നെ ഒരു അഭിമാനമായി. അതായത് കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്തു, സൗത്ത് ഇന്ത്യ പോയി, ഇന്ത്യ പോയി, UAE റെപ്രസെൻറ്റ് ചെയ്തു. അതായത് UAE ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ബിക്കോസ് നമ്മളൊരു റെസിഡൻ്റ് ആയിട്ട് പോലും UAE ലെറ്റ് മീ റെപ്രസെൻറ്റ് ദ കൺട്രി. അപ്പം ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഐ എം ലിവിങ് ഓവർ ഹിയർ. ഇത്രയും വർഷത്തിൽ നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് മാത്രമാണ് കൺട്രി അങ്ങനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. മിസ് യൂണിവേഴ്സിനും UAE ഗേവ് ദ പെർമിഷൻ എല്ലാ റെസിഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന്, ലോക്കൽസിനും മാത്രമല്ല. അപ്പം ആ ഒരു ഇതും കൂടി വന്നപ്പോഴത്തേക്കിന് നമുക്ക് ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. നമ്മളുടെ ആ ഒരു കൺട്രി നമ്മുടെ ഹാർട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അവിടെ നിൽക്കുമ്പോൾ ഇറ്റ്സ് എ ബിഗ് തിങ്. ദുബായിൽ എപ്പോഴും ലൈക്ക് വീക്കെൻഡ്സ് അങ്ങനെ സ്ഥിരമായി പോയിരിക്കുന്ന ഏതെങ്കിലും പ്ലേസ് ഉണ്ടോ? ലൈക്ക് സ്ഥിരം സ്പോട്ട് പ്ലേസ് വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം? ഞാനില്ലേ അങ്ങനെ പോയി ചില്ല് ചെയ്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ചായ കുടിക്കാൻ ഫ്രണ്ട്സായിട്ട് പോകുന്നത് മംസാർ. ഇനി ഫാൻസ് ഒക്കെ അങ്ങോട്ട് വരും കേട്ടോ. അയ്യോ, വീക്കെൻഡ് ചെന്നാൽ കാണാൻ പറ്റും. വീക്കെൻഡ് ഞാൻ പോവില്ല. ഇല്ല ഇല്ലില്ല, ഞാൻ എവിടെയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പൊതുവേ എൻ്റെ ഫ്രണ്ട്സായിട്ട് നമ്മൾ ചില്ല് ചെയ്യുന്നെന്ന് പറഞ്ഞാലും വണ്ടിയിലിരുന്ന് ചില്ലിങ് ആയിരിക്കും. എവിടെ ഇറങ്ങിപ്പോയി ചില്ലിങ് പോലും ഞങ്ങൾ ചെയ്യത്തില്ല. വണ്ടിയിൽ ഇരിക്കാൻ പറ്റിയ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ റബ്ബാഷ് ആയിരിക്കും, മംസാറിലുള്ള റബ്ബാഷ്. പിന്നെ ഫില്ലി ഉണ്ട് അവിടെ. ആ ഏരിയ മംസാറിലുള്ള എല്ലാ കഫേസും അറിയണ പോലെ ഇരിക്കാം. ബിക്കോസ് എനിക്കൊന്നും അറിയില്ല. കുട്ടി ഇവിടെ വന്നിട്ട് 3 ആഴ്ച ആയുള്ളൂ, അതുകൊണ്ടാണ് അറിയണ പോലെ ഇങ്ങനെ ഇരിക്കാം. മനസ്സിലായ പോലെ ഇരിക്കാം. നിങ്ങൾ പ്ലാൻ ചെയ്താണോ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട്? അല്ല, നമ്മൾ ഇതിനാണ് ഭയങ്കര മനപ്പൊരുത്തമാണ്. ആണല്ലേ, ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് ഇപ്പോഴും അതായത് ഇങ്ങനെ ഓരോന്ന് പുതിയ സാധനങ്ങൾ വരുമ്പോൾ ഇപ്പോഴും ആ എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാറുണ്ടോ? അതായത് ഇപ്പോൾ പുതിയൊരു മൂവി, പുതിയൊരു എല്ലാ പുതിയ സ്റ്റെപ്സ് എടുക്കുമ്പോഴും സ്റ്റിൽ ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? അതോ യു സ്റ്റേ കാം ഇൻസൈഡ്, അങ്ങനെയൊക്കെയാണോ? എന്താണ് ആ ഒരു ലൈക്ക് ആ ഒരു ഫേസ് എങ്ങനെയായിരിക്കും? എനിക്ക് തീരെ എക്സൈറ്റ്മെന്റ് ഇല്ല. ഐ എം വെരി ബോറിങ്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളില്ല കേട്ടോ. ഐ എം വെരി കാം ഇൻ ഓൾ ഓഫ് ദാറ്റ് സിറ്റുവേഷൻസ്. ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ബിഗ് ബോസിൽ നമ്മൾ ലാസ്റ്റ് തലേദിവസം ലാലേട്ടൻ വന്നിട്ട് എന്നെ കൈ പിടിച്ചുകൊണ്ട് പോകുമ്പം വീട്ടിലെല്ലാവരും ഭയങ്കര ഇതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഐ വാസ് ലൈക്ക്, വാവ്, ലാലേട്ടൻ്റെ കൈ പിടിച്ച് ഞാൻ ഇറങ്ങി. ഒരു കുഞ്ഞു കുട്ടിയുടെ സന്തോഷം. ഐ മീൻ, പിന്നെ ഇപ്പം മൂവിയുടെ കാര്യങ്ങളാണെങ്കിലും സി ഇറ്റ് ഓൾ ഗിവ്സ് മീ ഹാപ്പിനെസ്, ബട്ട് ഐ എം നോട്ട് ദാറ്റ് പേഴ്സൺ ഇങ്ങനെ അച്ചീവ്ഡ് ആ സാധനം ഇല്ല. ഒരുപാട് സന്തോഷം വന്നാൽ സന്തോഷിക്കാറുമില്ല. മോസ്റ്റ്ലി ലൈക്ക് ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്താലും ഒരുപാട് പേരോട് പറഞ്ഞ് അതിന് മുന്നേ പറയത്തില്ല, ചെയ്ത് കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ. നല്ലതാണ്, നല്ലതാണ്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ആംബിഷൻസ് 5 ഒക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള 5 ചോദിച്ചാൽ ഞാൻ പറയത്തില്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, എനിക്കതേ പറ്റൂ. ഐ ഓൾവേസ് ഫീൽ ലൈക്ക് വെൻ യു മാനിഫെസ്റ്റ് തിങ്സ്, വെൻ യു വോണ്ട് ടു ഡു സർട്ടൻ തിങ്സ് ഇൻ ലൈഫ്, ആരോടും പറയണ്ട. കീപ് ഇറ്റ് സീക്രട്ട് അൺടിൽ യു മേക്ക് ഇറ്റ്. ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞോട്ടെ, അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ദർ ഇസ് ഓൾവേസ് ദറ്റ് എനർജി. ഇൻറ്റൻഷനലി അല്ല, നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ഇൻറ്റൻഷനലി അല്ലാതെയും നെഗറ്റീവ് എനർജി വരും. വൈ ഡു യു വോണ്ട് ടു അട്രാക്ട് ഇറ്റ്? ഓൾവേസ് കീപ്പ് ഇറ്റ് വെരി ക്ലോസ് ആൻഡ് ക്ലീൻ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ അറിഞ്ഞാലും കുഴപ്പമില്ലല്ലോ, നടന്നല്ലോ എന്നുള്ള സമാധാനം. അതോടെ നമ്മുടെ ഈ ലൈക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വരണമെന്ന്. ഒരാഴ്ച കഴിഞ്ഞാൽ കുറച്ച് നേരം കഷ്ടപ്പെട്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. ഓക്കെ, അതോടെ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ. ഓൾ ദ വെരി ബെസ്റ്റ് ബോത്ത് ഓഫ് യു. അടിപൊളി പോഡ്കാസ്റ്റ് ആയിട്ടാണ്. വി ഹാവ് വൺ മോർ പേഴ്സൺ ആക്ച്വലി നാട്ടിൽ പോയിരിക്കുകയാണ്. അതെയോ? നിമ്മി ചേച്ചിയുടെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു ആള്. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ അണ്ടർ അറസ്റ്റ് നല്ലൊരു സക്സസ് ആയി തീരട്ടെ. ഹൗ വാസ് അവർ ടോക്ക് ഷോ? ലൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അവർ? അതിന് മാത്രമുള്ള സമയം കിട്ടില്ല എന്നറിയാം. അതെ അതെ, നമുക്ക് ഒരു 5-10 മിനിറ്റും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഞാൻ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് ഇങ്ങോട്ട് നന്നായി കുറച്ച് നേരത്തെ. ബട്ട് ഇറ്റ് വാസ് വെരി നൈസ്. താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. നല്ല അടിപൊളി പരിപാടികളായിട്ട് വരട്ടെ. എല്ലാവരും മിഡ്നൈറ്റ് ഇൻ മുള്ളൻകുല്ലി കാണണം. Yes, it will hit the theaters mostly in August. Okay. So waiting for that. എങ്ങനെയുണ്ടായിരുന്നു ലൈക്ക് സീനിയർ ആയിട്ട് ലൈക്ക് നസീർക്ക പിന്നെ ജാഫർ ഇടുക്കി അവരുടെ കൂടെയൊക്കെ അഭിനയിച്ച എക്സ്പീരിയൻസ്? അയ്യോ, ജാഫർക്ക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കോട്ടയം നസീർ സാറായിട്ട് എനിക്ക് കോമ്പിനേഷൻ, നസീർക്കായിട്ട് കോമ്പിനേഷൻ അല്ലായിരുന്നു, ജാഫർക്ക ആയിട്ടുള്ള കോമ്പിനേഷൻ. പുള്ളി എന്തൊരു നടനാ, പുള്ളി വേറെ ലെവലാണ്.
വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അല്ലേ, ഭയങ്കര മാജിക്കൽ. അതായത് ഒരു സീൻ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, എടി ഒരു കാര്യം, സീൻ എന്താണ് സംഭവം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ കണ്ടത് മാജിക്കാണ്. പുള്ളിയാണ് കംപ്ലീറ്റ് ചെയ്ത്. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ നിന്ന പോലെ ബാക്കിയുള്ളവർ നിന്നപ്പോൾ അടുത്ത കുട്ടി ഡയലോഗ് പറഞ്ഞില്ല. ഞെട്ടിപ്പോയി. അതുപോലത്തെ ആക്ടിങ് ആണ് പുള്ളിയുടെ. എന്തൊരു ഭയങ്കര കഴിവാണ്. ലൈക്ക് ഷിഫ്റ്റിംഗ് ടൈമൊക്കെ അവര് ഇപ്പൊ നോർമലായി നിന്നിട്ട് ഷിഫ്റ്റിംഗ് ടൈമൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും എടുക്കത്തില്ല. ലൈക്ക് ഹി മൈറ്റ് ബി ഹാവിങ് ലഞ്ച്, അതിൻ്റെ ഇടയ്ക്കായിരിക്കും ടേക്ക് പറയുന്നത്. കാര്യം എന്താണ്? ഓക്കെ, ഒറ്റ അടിക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് പുള്ളി തീർക്കും. പഠിക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് മൂവി ചെയ്ത് സീനിയേഴ്സിനെ കണ്ട് നിൽക്കുമ്പോഴല്ലേ നമുക്ക് ഓരോന്ന് മനസ്സിലാവുക. അപ്പം ഹീസ് സച്ച് എ ലെജൻഡ്. ഭയങ്കര, എനിക്ക് തോന്നുന്നു അണ്ടർ റേറ്റഡ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കിട്ടേണ്ട അത്രയും അച്ചീവ്മെൻറ്റ്സോ കാര്യങ്ങളോ ജാഫ്രിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ടോ, ആ ഒരു അക്നോളജ്മെന്റ് കിട്ടിയിട്ടുണ്ടോ? ഇന്റർനാഷണൽ സ്പേസ്, ലൈക്ക് ഒരു ഫുൾ ഇന്ത്യൻ സ്പേസിലേക്ക് വരുന്നില്ല. അതായത് വേറെ ഭയങ്കരമാണ്. മൂവിയിൽ കണ്ടപ്പോഴും അഖിലേട്ടനും പറയുന്നത്, നമ്മളെല്ലാവരും അതേപോലെ പറയുന്നത്, എന്തോ ഒരു ആക്ടിങ്. അതേപോലെ ഡബ് ഈസ് സംതിങ് ഭയങ്കര ഡിഫിക്കൾട്ട്. വോയിസും കുറച്ച് ലൈക്ക് വെറൈറ്റി നമ്മൾ ചെയ്യുമ്പം നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഡബിങ്ങിന് വരുമ്പോൾ അതേ സംഭവം നമ്മൾ സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യുന്നത് ഇസ് വെരി ഡിഫിക്കൾട്ട്. ജാഫ്രിക്ക ചെയ്ത് വെച്ചേക്കുന്നത് ഇവരെല്ലാവരും പറയായിരുന്നു, എന്തൊരു മാജിക്കാ മനുഷ്യൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഞെട്ടിപ്പോയി. അതെ അതെ, ഇറ്റ്സ് ടു ഗുഡ്. ലൈക്ക് അഖിൽ മാരാർ ആസ് എ ഡയറക്ടർ അല്ലേ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. ആദ്യത്തെ പടമാണ് ഹിസ് ആക്ടിങ് ഫസ്റ്റ് ആക്ടിങ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ആൾക്കും എങ്ങനെയായിരുന്നു? അതോ നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നോ? ഓ ഉണ്ട്. എല്ലാ പടത്തിലും എന്നെക്കൂടെ ട്രെയിലർ കണ്ടില്ലായിരുന്നു? ട്രെയിലർ കണ്ടായിരുന്നു, അതിൽ കണ്ടായിരുന്നു. ഫസ്റ്റ് കുറച്ച് ചേച്ചി ഭയങ്കര പാവം ഒരു ക്യാരക്ടർ പോലെ. അല്ല, പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെന്നാണോ? സോറി, അല്ലല്ല, ആക്ച്വലി ഭയങ്കര നാടനാണ്. അത് ടാസ്ക് വന്നോ? ലൈക്ക് ഇവിടുന്ന് ചെന്നിട്ട് പെട്ടെന്ന് നാടൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു നമ്മളല്ലാത്ത ഒരാളേക്ക് മാറുമ്പോൾ രസമായിരുന്നു. പിന്നെ അഖിലേട്ടനായിട്ടുള്ള കോമ്പിനേഷൻസ് കോമഡിയാ. നിങ്ങൾ ഭയങ്കര കമ്പനിയാണ്, അഭിനയിക്കുമ്പോൾ കുറച്ച് ടാസ്ക് ആയിരിക്കും അല്ലേ? അത് ഈ റാപ്പ് കൂടുതലായതുകൊണ്ട് കുറയ്ക്കേണ്ടി വന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനിങ്ങനെ മോന്ത വീർപ്പിച്ചിരിക്കും. ബിക്കോസ് നോക്കിയാൽ ചിരി വരും നമുക്ക്. അപ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടി പറയാം, നീ എന്താ ഡ്രാക്കുളെ പോലെ നിൽക്കുന്നേ? അപ്പുറത്തുനിന്ന് ക്യാമറ ആണെങ്കിൽ എന്നെ ഗോഷ്ടി കാണിച്ച് നശിപ്പിച്ച്. പക്ഷേ ഇറ്റ് ഈസ് വെരി നൈസ്. ഹീസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ സീൻസ്. ഹീസ് സജഷൻസ് ഒക്കെ പറഞ്ഞ് ഡയറക്ടറും കൂടി ആയതുകൊണ്ട് ഒരു മെന്റർ നോളേജ് കിട്ടുമായിരിക്കും. ഹീസ് നല്ല, അതായത് ആ സീൻ എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാന്നുള്ള നല്ലൊരു ആക്ടറായി തീരേണ്ട ഒരു മനുഷ്യനാണ്. ഇപ്പോഴാണ് പക്ഷെ പടം ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ പറ്റും. അതെ അതെ. ചേച്ചി പുതിയ പ്രൊജക്ട്സ് ഇതിന് ശേഷം അത് ഓൺ ആകുമ്പോൾ നമുക്ക് അനൗൺസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ. അതെ അതെ, അന്നും ഇതുപോലെ വന്നിരിക്കണം. ഉറപ്പായിട്ടും നമുക്ക് കാണാം. നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ പറയൂ. നമുക്കിപ്പോ ഇതൊന്ന് സെറ്റായി കിട്ടണമെന്നാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ്. നിങ്ങൾ ഒരുമിച്ചാണോ ഇത് തുടങ്ങിയത്? ഒരു ദിവസത്തെ ഒരു ഡിസ്കഷന്റെ പുറത്ത് വന്ന ഒരു ഐഡിയ ആണ് ആക്ച്വലി. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. സോ വാട്ട് ഈസ് ദാറ്റ് വിൽ മേക്ക് യു ഗൈസ് ഡിഫറെന്റ് ഫ്രം ദി അതർ പോഡ്കാസ്റ്റ്? Because we need a quality in our എനിക്കറിയില്ല, ഇവള് പറഞ്ഞ പോഡ്കാസ്റ്റ് തുടങ്ങാൻ. അപ്പൊ ഞാൻ അങ്ങനെ കമ്പനി പിടിച്ചതാട്ടോ. ഒരാള് അവിടെ ഇരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഇത് ഞാൻ എന്നോട് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലല്ലോ ഇത്. ട്രെൻഡിങ് ആയതുകൊണ്ടാണോ ഇപ്പൊ നിങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങിയത്? അല്ല, എൻ്റെ കാരണം പോഡ്കാസ്റ്റ് തുടങ്ങിയത്. ഞാൻ ഈ ഇരുന്ന് സംസാരിച്ച് കേട്ടിട്ട് ഇപ്പം പറഞ്ഞു പോഡ്കാസ്റ്റ് തുടങ്ങാം. അങ്ങനത്തെ ഒരു ഐഡിയയിൽ വന്ന്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല കണ്ടൻസ്, വെറുതെ കുറേ നേരം ഇരുന്ന് ബോറടിപ്പിച്ച് അങ്ങനത്തെ ഒരു സാധനം നമുക്കില്ല. ജസ്റ്റ് ഫാക്ട്സ് പറഞ്ഞ് പോയി നല്ലൊരു പ്ലസൻറ്റ് ടൈം വിത്ത് ക്വാളിറ്റി കണ്ടൻറ്റ്. ലൈക്ക് ക്വാളിറ്റി മെയിനാണ് നമ്മുടെ പോഡ്കാസ്റ്റ്. ഇസ് എ വെരി ഗുഡ് ഐഡിയ. ഇപ്പോൾ ആക്ച്വലി ലാസ്റ്റ് ഒരു 8-9 months ആയുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ നല്ല രീതിയിൽ ബൂമിംഗ് ആയിട്ട് പോഡ്കാസ്റ്റുകൾ വരുന്നത്. സോ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവായിരിക്കാൻ അതൊരു ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ. അതായത് എപ്പോഴും ഞാൻ ലൈവായിട്ട് ഇരിക്കണം എന്നുള്ളതൊരു ഫാക്ടർ ആണല്ലോ നിങ്ങൾ ലൈക്ക് കുറച്ച് അറിയുന്ന ആൾക്കാർ തമ്മിൽ. അപ്പോൾ ഹൗ ആർ യു ഹാൻഡ്ലിങ് ദാറ്റ്?
അതെനിക്ക് വലിയ ടാസ്ക് അല്ല. ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യമാകുമ്പോഴാണ് നമുക്കതൊരു ബാഗേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ getting ready and doing my shoots and അതിലേക്ക് പ്ലാൻ ചെയ്യുക, സ്ക്രിപ്റ്റ് എടുക്കുക, കാര്യങ്ങൾ വർക്കിംഗ് വിത്ത് മൈ പ്രൊഡക്ഷൻ ടീം, ഐ ലവ് ഇറ്റ്. പിന്നെ ഞാൻ എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ലൈവ് പോകുന്നൊരു വ്യക്തിയല്ല. എൻ്റെ വർക്കും കാര്യങ്ങളും പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വ്ളോഗിങ് പറ്റാത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം അജ്മലിന്റെ വ്ളോഗിൽ കണ്ടിരുന്നു, ലൈക്ക് ഡിഫൻഡർ എടുത്തു, കറാമയിൽ കറങ്ങി. അജു വ്ളോഗിങ് ഇപ്പൊ സ്റ്റാർട്ട് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും, ഇടയ്ക്ക് നിർത്തും, ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും, ഇടയ്ക്ക് നിർത്തും. അജു നല്ല ഫോളോവർ ആണ് കേട്ടോ. കാണാറുണ്ട്. സോ ഹി സ്റ്റാർട്ടഡ് വ്ളോഗിങ് അഗൈൻ. നല്ല കാര്യം, അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് വെരി നൈസ്. ആക്റ്റീവായി നിൽക്കുമ്പോൾ നല്ലതാണ്. അതെ അതെ, ഏറ്റവും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോം ആണല്ലോ യൂട്യൂബ്. നടന്നാൽ മതിയായിരുന്നു. ഞങ്ങളുടെ സെക്കൻഡ് എപ്പിസോഡാണ്. നല്ലൊരു ആശയാവട്ടെ. താങ്ക് യു. നന്ദി. So until then we are going bye.